പാർലമെന്റിൽ ഇന്നും ഇരു സഭകളും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകൾ കാണുന്നു. കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഒരു പരാമർശം, ഡോക്ടർ ബി ആർ അംബേദ്കറെ കുറിച്ചുള്ള പരാമർശം വിവാദമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, ഒപ്പം തന്നെ മാപ്പ് പറയണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് ഡെറിക് ഒബ്രയാൻ ആണെന്ന് തോന്നുന്നു അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നമുക്ക് ബൽറാം നെടുങ്ങാടിയോട് ചോദിച്ചറിയാം. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യത, ഡെറിക് ഒബ്രയാന്റെ അവകാശ ലംഘന നോട്ടീസുണ്ട്. പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചേക്കുമെന്ന ഒരു സൂചനകളും ബൽറാം തന്നെ തരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇന്ന് പാർലമെന്റിൽ സംഭവിക്കുക? ഈ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം സംഭവിക്കുക? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം പ്രതിപക്ഷം തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണം, രാജ്യത്തോട് ആഭ്യന്തരമന്ത്രി മാപ്പ് പറയണം എന്നീ ആവശ്യങ്ങളാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് നടന്നില്ല എങ്കിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുമെന്നും രാജ്യവ്യാപകമായ പ്രതിഷേധമുണ്ടാകും എന്നുമാണ് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി തന്നെ ഈ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസമുണ്ടായതിന് സമാനമായ പ്രതിഷേധങ്ങൾ ഇരുസഭകളിലും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധം വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഇന്ന് രാവിലെ പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി 10 മണിക്ക് ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിലായിരിക്കും. അതേസമയം ആഭ്യന്തരമന്ത്രിക്ക് കടുത്ത പ്രതിരോധം തീർക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഈ വിഷയത്തിൽ BJP അംഗങ്ങൾ ഒറ്റക്കെട്ടായി സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒപ്പം പാർലമെന്റിൽ ഉയരുന്ന പ്രതിഷേധത്തിനെതിരെയും പ്രതികരിക്കാനുള്ള ഒരു തീരുമാനം BJP കൈക്കൊണ്ടിട്ടുണ്ട്. ഇരു വിഭാഗവും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് ഈ ഒരു സംഭവം വഴിവെക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതേസമയം ഈ വിഷയം പാർലമെന്റിന് പുറത്തേക്കും കൊണ്ടുവരാനും പ്രതിഷേധം ശക്തമാക്കാനുമുള്ള കൂടിയാലോചനകളും ഇന്ത്യ സഖ്യത്തിൽ നടക്കുന്നുണ്ട്. ഇന്ന് രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസ് അംഗം ഡെറിക് ഒബ്രയൻ അവകാശ ലംഘന നോട്ടീസ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയിട്ടുണ്ട്. സമാനമായി കോൺഗ്രസിലെ ചില അംഗങ്ങളും അവകാശ ലംഘന നോട്ടീസ് നൽകിയേക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകുമെന്നും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ അത് അതിതീവ്രമാകും എന്നുമുള്ള സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുക.